ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നു, ഇപ്പോൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ പുതുതായിട്ട് വരുന്നു. സോ അവർക്കൊക്കെ കൊടുക്കാനുള്ള, എന്തായാലും നിങ്ങൾ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവും, അവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഉപദേശമല്ല, ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? മേരി ആദ്യം പറഞ്ഞു. അല്ല, എനിക്ക് മിത്തുവേട്ടൻ്റെ ആൻസർ അറിയാം. എന്നാ എൻ്റെ ആൻസർ നീ പറയും. മിത്തുവേട്ടൻ ആദ്യം പറയാൻ പോകുന്നത് ബി കൺസിസ്റ്റന്റ്. അതാണ്. നമ്മൾ ഒരു ദിവസം, ഇത് നമ്മളെ ജോബല്ലേ, അപ്പം നമ്മൾ ഡെയിലി ജോബ് ചെയ്യുന്നത് പോലെ നമ്മൾ വീഡിയോ എടുക്കുക, അത് ഇടുക, പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഡെയിലി ജോബാണ്. അതിന് നമ്മൾ സമയം കണ്ടെത്തി അത് ചെയ്യുന്ന വേണം. ഞാൻ ചില ആൾക്കാർ ജോബ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ, അവർക്ക് ഓൾറെഡി പ്രൊഫഷണൽ ജോബ് ഉണ്ട്. അപ്പോൾ അവർ പറയും ഇതൊക്കെ വിട്ടിട്ട് എനിക്ക് കോണ്ടന്റ് ക്രിയേഷനിൽ ഇറങ്ങണമെന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. അപ്പം അവരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, അപ്പം ഒന്ന് സ്റ്റേബിൾ ആവണം. കോണ്ടന്റ് ക്രിയേഷൻ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എനിക്ക് പ്രൊഫഷണൽ ജോബ് ഒരാൾ റിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എൻ്റെ ജോബ് റിസൈൻ ചെയ്തതിൻ്റെ വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കാറുണ്ട്. ഇനി ഒരു തിരിച്ചു പോക്കെന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ല അത് പോസിബിൾ, ചിലപ്പോൾ ആയിരിക്കും, പക്ഷെ ഞാൻ അതിന് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ റീൽസ് ഇട്ടിട്ട് നമ്മൾ 0 തുടങ്ങിയ ആൾക്കാരാണ്. ഇൻസ്റ്റാഗ്രാമിൽ 0 ഫോളോവേഴ്സ് തുടങ്ങിയ ആൾക്കാരായിരിക്കും ഇപ്പം 1 മില്യണും 2 മില്യണും എല്ലാം ഉള്ള ആൾക്കാർ. അപ്പോൾ 0 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ചില ആൾക്കാർ കാണുന്നത് റീൽ ഇട്ട പാടും വൈറലാവുക, ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അതിങ്ങനെ ഇട്ടിട്ട് മാത്രം ഏതെങ്കിലും ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും അത് ആൾക്കാരിലേക്ക് എത്തും. നിങ്ങളുടെ കോണ്ടന്റ് നല്ലതാണെങ്കിൽ, നിങ്ങൾക്ക് ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വൺ ഡേ യു വിൽ റീച്ച്. നിങ്ങളെ ബ്രാൻഡ് അപ്രോച്ച് ചെയ്യും, എല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോഴും ഓക്കെ എനിക്ക് ഇത്ര റീച്ച് കിട്ടി, അങ്ങനെയല്ല, അങ്ങനെ ഇരിക്കരുത്. നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്തായാലും ഒരു റീല് എടുക്കണം, തിങ്ക് ചെയ്യണം, അത് പോസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ എല്ലാ ദിവസവും എല്ലാ റീല് റീച്ച് ആവണമെന്നില്ല. നമുക്ക് കുറേ ആൾക്കാർക്ക് ഇൻസ്റ്റഗ്രാം അൽഗോരിതം കൊണ്ട് ചിലപ്പോൾ റീച്ച് ഡൗൺ ആവുന്ന റീൽസ് ഉണ്ട്. അപ്പോൾ എൻ്റെ റീൽ ഇന്ന് കയറിയില്ല, നാളത്തെ കയറുമോ, അങ്ങനെയല്ല, നാളത്തെ കയറും, നാളെ എനിക്ക് ഇടണം. അങ്ങനെ ഇട്ടാലും മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ, എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻ ഉണ്ടാവും. ഈ ഒരു ഫീൽഡ് കോമ്പറ്റീഷൻ ഭയങ്കരമാണ്. അപ്പം അതാണ് എനിക്ക് കൺസിസ്റ്റൻ്റ് ആണോ, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല, അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അത് മേരി പറഞ്ഞ കറക്റ്റാണ്. ഞാൻ വേറൊരു കാര്യം ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും, നമ്മൾ ഒരിക്കലും ലൈഫിൽ ഒരു കാര്യത്തിനും ഷോർട്ട് കട്ട് ഉപയോഗിക്കരുത്. ഷോർട്ട് കട്ട് നിങ്ങൾ എന്ന് ഉപയോഗിക്കുന്നോ, മേ ബി ആ ഷോർട്ട് കട്ട് നിങ്ങൾക്കൊരു ഭയങ്കര വലിയൊരു ഹൈപ്പ് തന്നേക്കാം ഫോർ എ പീരീഡ് ഓഫ് ടൈം. ബട്ട് എത്ര ഹൈപ്പിലാണോ നിങ്ങൾ പോയത് അതിനേക്കാളും വലിയ താഴ്ചയിലായിരിക്കും നിങ്ങൾ വീഴുക. ആ വീഴ്ച ചിലപ്പോൾ നിങ്ങൾക്ക് എണീക്കാൻ ഭയങ്കര പാടായിരിക്കും, മെൻ്റലി ഫിസിക്കലി എന്തായാലും. സോ ഓൾവേസ് ബി കൺസിസ്റ്റൻറ്റ്, ഹാർഡ് വർക്ക് ചെയ്യുക, ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക, നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല നല്ല പുതിയ പുതിയ കാര്യങ്ങൾ കോണ്ടൻറ്റ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക. ആൾക്കാർ വേറൊരാളെ കണ്ടിട്ട് എനിക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്തും പല കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. ഞാൻ മുന്നേ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വന്ന നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ അതിനേക്കാളും നല്ല ടെക്നിക്കോ കാര്യങ്ങളോ ഐഡിയാസോ നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ റീൽസ് കാണുമ്പോൾ അതൊക്കെ ക്യാപ്ചർ ചെയ്ത് വെക്കുക. ആ ഒരു എന്താ പറയണ്ട, ഒരു കോംപ്ലക്സ്, ഈഗോ, ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ കൊണ്ടുവന്നാൽ നമ്മളവിടെ തീരും. എന്തിനാ ഇതൊക്കെ മാറ്റി വെച്ച് പോസിറ്റീവായിട്ട് ഗിവ് അപ്പ് ചെയ്യാതെ ഹാർഡ് വർക്കിലൂടെയും ഡിറ്റർമിനേഷനിലൂടെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സക്സസ്ഫുൾ ആകാൻ പറ്റും.